ഹലോ, എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് തളർന്നിരിക്കുമായിരിക്കും അല്ലേ? എന്നാൽ ഇന്നത്തെ ഊണിന് നമുക്കൊരു സ്പെഷ്യൽ ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ? ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പിഴിഞ്ഞ വിളി എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ രസത്തിൻ്റെ വേറൊരു വെർഷൻ തന്നെയാണ്, എന്നാൽ ഉണ്ടാക്കാനും എളുപ്പമാണ്, ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും ഒരു 2 വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ താളിക്കാനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 8 ചെറിയ ഉള്ളി, ഒരു ഉണ്ട വെളുത്തുള്ളി, കൂടെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ ഒരു അരമുറി ഭാഗം കൂടി എടുക്കാം. ഇനി കുറച്ച് പുളി കൂടെ എടുത്ത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഉടച്ച് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതൊന്ന് അലിഞ്ഞു വരും. അതിനുശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വെളുത്തുള്ളി എല്ലാം ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. കൂടെ തന്നെ നമ്മുടെ താളിപ്പിനുള്ള ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒഴിച്ച് കറിക്ക് വേണ്ടുന്ന എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് കറി ഉണ്ടാക്കാനായി പോകാം. ഇതിലാദ്യം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. ഇടികല്ലുണ്ടെങ്കിൽ അതിലിട്ട് ചതച്ചാലും മതി. ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാനാണ് പോകുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി കുരുമുളകും കൂടെ ചേർക്കാം. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കുരുമുളകും കൂടെ ഇതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒഴിച്ചുകറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ചതച്ചെടുത്ത ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാനൊന്ന് ചുറ്റിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പുളി കൂടെ ചേർക്കാനേ ഉള്ളൂ. പുളി ഒന്ന് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ തൊത്തൊക്കെ കളഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ നന്നായി തിളച്ച് വറ്റിച്ചെടുക്കാനുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. പകുതി പണി കഴിഞ്ഞ് കേട്ടോ. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ 2 മിനിറ്റ് ഇങ്ങനെ കിടന്നൊന്ന് തിളക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒഴിച്ചുകറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് താളിപ്പുണ്ടാക്കാം. അതിനായി പാത്രം ചൂടാവുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് അധികം മൂത്ത് പോകാതിരിക്കാൻ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അവസാനമായി ഇതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറി കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരണം. കുറച്ചൊന്ന് തിളച്ചാൽ മാത്രം മതി. ഈ സമയത്തിന് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒഴിച്ചുകറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എത്ര പെട്ടെന്നാണല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ സ്വാദും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇത് മാത്രം മതി ചോറ് കഴിക്കാനായി. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ട് പറയണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.